ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് 21/11/2022. അപ്പോൾ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുമ്പം നമ്മുടെ ഏഷ്യ അടയാളപ്പെടുത്താം. ഓക്കെ, ഏഷ്യ എന്ത് ചെയ്തു? ഏഷ്യ നമ്മളുടെ കറക്റ്റ് ഒരു ട്രെൻഡിങ് ഏഷ്യ ആയിരുന്നു. കറക്റ്റ് സംഭവങ്ങളൊക്കെ പ്ലേ ചെയ്തത്. നമ്മുടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. 3-3-2 വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഇതാണ് ഹൈ ക്യാൻഡിൽ, 3-3-1 വരുന്നുള്ളൂ. അപ്പം ഈ ഹൈ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്യാൻഡിലിൻ്റെ ഹൈ. അപ്പം ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തിട്ട് നല്ലപോലെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി. ആ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി ഈ ഒരു ബ്രേക്ക് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ മെഡിക്കേഷന് വേണ്ടിയിട്ട് മുകളിലേക്ക് പോയത്. അതൊരു FEGയിൽ നിയർ ബൈ FEGയിൽ മെഡിക്കേറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെയും താഴേക്ക് ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു സ്വീപ്പ് പോലെ നമുക്ക് കാണാം. ഓക്കെ, സെൽ സൈഡ് ബൈ സൈഡ് BSL ഇവിടെ ഒരു സ്വീപ്പ് പോലെ നമുക്ക് കാണാം. ആ സ്വീപ്പ് കഴിഞ്ഞ് താഴേക്ക്, ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ ബ്രേക്കർ ബ്ലോക്കാണ്. ഓക്കെ, ആ ബ്രേക്കർ ബ്ലോക്കാണ് ഈ സാധനം. ജസ്റ്റ് ആ ഒരു ഓപ്പണിൽ ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, നമ്മൾ ബ്രേക്കർ ബ്ലോക്കാണത്. ആ ഒരു സാധനത്തിലെ റിയാക്ഷനാണിത്. സോ അവിടുന്ന് ബ്രേക്ക് ചെയ്ത് മൾട്ടിപ്പിൾ FEGയോടെ സാധനം താഴേക്ക്. ഇവിടെ ഒരു ചെറിയ FEG ഉണ്ട്. ഇത് 5 മിനിറ്റ് ആണ്. അപ്പം നമ്മളൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വീണ്ടും ബ്രേക്ക് വന്ന് ഇവിടെ ബ്രേക്കറിലൊരു മെഡിക്കേഷൻ ചെയ്തിട്ട് പിന്നീട് പ്രൈസ് താഴേക്ക് പോവായിരുന്നു. പിന്നീട് താഴേക്ക് വന്ന് ഇവിടെയും ബ്രേക്കോ സ്ട്രക്ചർ വന്ന് വിത്ത് FEG. ആ FEGയും ബ്രേക്കറിലല്ലെങ്കിലും ജസ്റ്റ് FEG മെഡിക്കേറ്റ് ചെയ്തത്. അത് ലണ്ടനിൽ വീണ്ടും ബൈസൈഡ് ഗ്രാവ് പോലാണ് സാധനം തന്നത്. ഓക്കെ, ബൈസൈഡ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത് വീണ്ടും ബൈസൈഡ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത് ബ്രേക്കോ സ്ട്രക്ചർ. ഇവിടെ ഒരു സ്വിങ് ആദ്യം ബ്രേക്ക് ചെയ്തു, പക്ഷേ നമുക്ക് മെഡിക്കേഷൻ ഒന്നുമില്ല. പക്ഷേ 3 മിനിറ്റിലും വല്ലതും ഉണ്ടോ നോക്കാം. 3 മിനിറ്റിലും ഒന്നുമില്ല. ഇവിടെ ഒരു മെഡിക്കേഷൻ ഉണ്ട്. ഓക്കെ, പക്ഷേ അതിൻ്റെ ലിക്വിഡിറ്റി നമ്മൾ നെക്സ്റ്റ് സ്വിങ്ങിന് മുകളിൽ വെക്കുമ്പോൾ വലിയൊരു RR വേണ്ടി വരും. സോ നമ്മൾ വീണ്ടും താഴേക്ക് വന്ന് ബ്രേക്കോ സ്ട്രക്ചർ വന്ന് വീണ്ടും അത് മെഡിക്കേറ്റ് ചെയ്തു 50%. എന്നിട്ട് ഇവിടുത്തെ FEGസിലെല്ലാം മെഡിക്കേറ്റ് ചെയ്ത് നമുക്കൊരു ഹയർ ടൈം ഫ്രെയിം FEG വല്ലതും ആണോ നോക്കാം. അതെ, യെസ്, അതൊരു ഹയർ ടൈം FEG ആയിരുന്നു. യെസ്, FEG ഫോർമേഷൻ. യെസ്, ആ FEGയിൽ നല്ല പോലെ മെഡിക്കേറ്റ് ചെയ്തു. അത് നമ്മുടെ 3 o'clock മറ്റേ നമ്മുടെ കിൽ സോണാണ് 3 o'clock. യെസ്, 3 o'clockൽ വീണ്ടും സ്വീപ്പ് ചെയ്തു താഴേക്ക് ഇറങ്ങി വീണ്ടും അത് മെഡിക്കേറ്റ് ചെയ്തു. ഇതൊരു മെഡിക്കേഷൻ ബ്ലോക്കാണ്. നമുക്കത് ലോ ടൈം ഫ്രെയിമിൽ വല്ല എൻട്രീസ് ഉണ്ടോ നോക്കാം. 3 മിനിറ്റിൽ വീണ്ടും താഴേക്ക് ബ്രേക്കോ സ്ട്രക്ചർ. നമുക്ക് ഇവിടെ ഒരു മെഡിക്കേഷൻ ബ്ലോക്ക് ഉണ്ട്. ആ മെഡിക്കേഷൻ ബ്ലോക്ക് വീണ്ടും മെഡിക്കേറ്റ് ചെയ്തു. സ്വീപ്പായിട്ടൊന്നുമില്ല, ജസ്റ്റ് വീണ്ടും അവിടെ ഇങ്ങനെ കളിച്ച് ഇത് വീണ്ടും മെഡിക്കേറ്റ് ചെയ്തു. അതിൻ്റെ 50% ആണ് ഈ ക്യാൻഡിലിൻ്റെ 50% വീണ്ടും മെഡിക്കേറ്റ് ചെയ്തു താഴേക്ക്. നല്ലപോലെ പ്രൈസ് വീണ്ടും ബ്രേക്ക് ചെയ്തിറങ്ങി 5 മിനിറ്റ് ഇപ്പോൾ. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി. ഇവിടെ ഒരു FEG ഫോർമേഷൻ, അത് വീണ്ടും മെഡിക്കേറ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങി. ജസ്റ്റ് നമ്മുടെ ലഞ്ചിൽ സാധനം ചെറിയൊരു ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഈക്വൽ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് വീണ്ടും കയറിപ്പോയി. ഇത് ഒരു MB മെഡിക്കേഷൻ ബ്ലോക്കാണ്. മെഡിക്കേറ്റ് ചെയ്തു. നമ്മുടെ ലണ്ടൻ ഓപ്പണായി, അല്ല ന്യൂയോർക്ക് ഓപ്പണായി കഴിഞ്ഞ് ഞാൻ ഇന്ന് ട്രേഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ ഒരു 1 hour FEG ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു പ്രീമിയം പ്രൈസ് വന്നിട്ട് അവിടെ നിന്ന് റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ അതിന് എടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാനൊരു സെല്ലാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇതൊരു ഡെയിലി FEGയിലാണ് ഈ കളി ഫുള്ള്. ഇതൊരു ഡെയിലി FEG ആണ്. ഓക്കെ, നമുക്ക് ഡെയിലിയിൽ പോവാം. ഇതൊരു ഡെയിലി FEG ആണ്. ആ FEGയിലാണ് ഈ പ്രൈസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് ഞാൻ നല്ലൊരു ബൗൺസ് പ്രതീക്ഷിച്ചു. ഇപ്പം ആ ബൗൺസ് ഇപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു.
സെൽ സൈഡ് ലിക്വിഡിറ്റി ഇപ്പോൾ ടേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്കിപ്പം നല്ലപോലെ വേരിഷ് പോയിട്ട് ബുള്ളിഷ് പോയിട്ട് നമുക്ക് ഒരു മെഡിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നു ഞാൻ നോക്കിയത്. ഇവിടുന്ന് എവിടുന്നെങ്കിലും വീണ്ടും ഒരു ബൗൺസ്. എന്താണെന്ന് പറഞ്ഞാൽ ഏഷ്യ ട്രെൻഡിങ് ആയിരുന്നു, ന്യൂയോർക്ക് ലണ്ടനും ട്രെൻഡിങ് ആയിരുന്നു. സോ ഞാനൊരു കൺസൾട്ടേഷൻ പ്രതീക്ഷിച്ചു, പക്ഷേ വീണ്ടും ഞാനൊരു റിട്രേസ്മെൻറ്റ് പ്രതീക്ഷിച്ചു. എന്നിട്ട് താഴേക്കാണ് ഞാൻ നോക്കിയത്. താഴേക്ക് നമ്മുടെ പ്രൈസ് ഡെയിലിയിലുള്ള ഇതൊരു ലിക്വിഡിറ്റി വോയിഡാണ്. അപ്പോൾ ഈ ലിക്വിഡിറ്റി വോയിഡൊക്കെ ഫില്ല് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു FEG നമുക്ക് കാണാം. ഇവിടെ ഒരു FEG ഉണ്ട്, ഇവിടെ ഒരു മെഡിക്കേഷൻ ബ്ലോക്കും ഉണ്ട്. സോ പ്രൈസ് അവിടേക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റിവേഴ്സൽ എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കാൻ കിട്ടുമോ. അതുപോലെ ന്യൂസുകൾ ഇനിയും വരാനുണ്ട്. സോ ആ ന്യൂസ് എല്ലാം റിലീസായി കഴിഞ്ഞിട്ട് നാളെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് തരാനായിരിക്കും ചാൻസ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നൈസായിട്ട് ഒരു ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഒരു FEG, ഇവിടെ ഒരു FEG ഉണ്ട്, ഇവിടെ ഒരു FEG ഉണ്ട്. ആ FEG ആണ് മിറ്റിഗേറ്റ് ചെയ്തത്. ജസ്റ്റ് അഗ്രസീവാണ്, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതുകൊണ്ട്. സോ ഈ ലിക്വിഡിറ്റി ഗ്രാബ് ആവുമായിരിക്കും. അല്ലെങ്കിൽ ഇതൊരു മെഡിക്കേഷൻ ബ്ലോക്കാണ്. ആ മെഡിഗേറ്റ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും മേളിലേക്ക് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ഈ ഒരു ലിക്വിഡിറ്റീസൊക്കെ ഗ്രാബ് ചെയ്ത് ഈ ഒരു 1 hour FEGയിലേക്ക് മെഡിഗേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുള്ള മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. 1 hour ആണോ 4 hour ആയിരുന്നു? 4 hour ആയിരുന്നു. യെസ്, ഇവിടെ ഒരു 4 hour FEG ഉണ്ട്. ആ 4 hour FEG ആണ് ഞാൻ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 4 hour. യെസ്, ആ ഒരു FEG ആണ് ഞാനിപ്പോൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു FEGയിൽ മെഡിഗേറ്റ് ചെയ്തിട്ടാണ് ഈ സാധനം താഴേക്ക് ഇറങ്ങിയേക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം അപ്പം ഞാനതാണ് നോക്കുന്നത്. നാളെ ലിക്വിഡിറ്റീസൊക്കെ ഗ്രാബ് ചെയ്തിട്ട് നാളെ നല്ലൊരു റിവേഴ്സൽ തന്ന് വീണ്ടും തിരിച്ച് കയറാമെന്നുള്ള മൈൻഡിലാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഡെയിലി FEG ആയതുകൊണ്ട് വേണമെങ്കിൽ നാളെ റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. സോ ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബും ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ ഈ ലിക്വിഡിറ്റീസ് എല്ലാം മാക്സിമം ഗ്രാബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു FEGയിലും മെഡിഗേറ്റ് ചെയ്തിട്ടുണ്ട് ഡെയിലി. സോ പ്രൈസ് പുൾ ബാക്ക് ചെയ്യാനുള്ള കാര്യം നമുക്ക് നോക്കാവുന്നതാണ്. സോ നാളെ ന്യൂസൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് ആ ഒരു ബയാസ് ചെക്ക് ചെയ്ത് നോക്കാം എന്ത് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നല്ലൊരു അഗ്രഷൻ കാണുന്നുണ്ട്, നല്ല FEG ക്രിയേഷനും കാണുന്നുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ ഇത്രയേ ഉള്ളായിരുന്നു. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ സേഫ്. On back for the next say something. Never tell her back that I never stay running. Sipping on facts, damn, know I got stacks in the lab, taking pictures.